ആലു ഇമ്രാൻ നാമം. ഈ സൂറയിൽ ഒരിടത്ത് ആലു ഇമ്രാനെ, അതായത് ഇമ്രാൻ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ഒരടയാളമെന്നോണം ഈ സൂറയുടെ പേരായി നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. അവതരണകാലവും ഉള്ളടക്കവും. ഈ സൂറ 4 പ്രഭാഷണങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. 1-ാം പ്രഭാഷണം സൂറയുടെ തുടക്കം മുതൽ 32-ാം സൂക്തം വരെയാണ്. മിക്കവാറും ബദർ യുദ്ധം കഴിഞ്ഞ് അധികം താമസിയാതെയാണ് അവതരിച്ചത്. 2-ാം പ്രഭാഷണം 33-ാം സൂക്തം മുതൽ ആരംഭിച്ച് 74-ാം സൂക്തത്തിൽ അവസാനിക്കുന്നു. ഇത് ഹിജ്റ 9-ാം വർഷം നജ്റാൻ നിവേദക സംഘം നബി തിരുമേനിയുടെ അടുക്കൽ വന്ന സന്ദർഭത്തിലാണ് അവതരിച്ചത്. 3-ാം പ്രഭാഷണം 75-ാം സൂക്തം മുതൽ 170-ാം സൂക്തം വരെ പോകുന്നു. 1-ാം പ്രഭാഷണത്തോട് തൊട്ടുടനെയാണ് ഇത് അവതരിച്ചതെന്ന് മനസ്സിലാവുന്നു. 4-ാം പ്രഭാഷണം 171-ാം സൂക്തം മുതൽ സൂറയുടെ അവസാനം വരെയാണ്. ഇത് ഉഹദ് യുദ്ധത്തിന് ശേഷമാണ് അവതരിച്ചത്. സംബോധനയും പ്രതിപാദ്യ വിഷയങ്ങളും. വ്യത്യസ്തമായ 4 പ്രഭാഷണങ്ങളെ കൂട്ടിയിണക്കി ഒരൊറ്റ അധ്യായമാക്കുന്നത് ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുടെയും കേന്ദ്ര വിഷയത്തിന്റെയും ഏകീഭാവമാണ്. സൂറ സംബോധനം ചെയ്യുന്നത് 2 വിഭാഗത്തെയാണ്. 1 ജൂതരും ക്രിസ്ത്യാനികളുമായ വേദക്കാർ, 2 മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച മുസ്ലിങ്ങൾ. 1-ാം വിഭാഗത്തെ സൂറത്തുൽ ബഖറയിൽ തുടങ്ങിവെച്ച രീതിയിൽ കൂടുതൽ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നു. ഉത്തമ സമുദായമെന്ന നിലയ്ക്ക് ഇപ്പോൾ സത്യത്തിന്റെ കൊടി പിടിക്കുന്നവരും ലോക സംസ്കരണത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരുമായ 2-ാം വിഭാഗത്തിന് സൂറത്തുൽ ബഖറയിൽ തുടങ്ങിവെച്ച വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുന്നു. പൂർവ്വ സമുദായങ്ങളുടെ മതപരവും ധാർമ്മികവുമായ അധപതനത്തിന്റെ അപകടകരമായ ചിത്രം വരച്ചു കാണിക്കുന്നു. അവരുടെ കാലടികൾ പിൻപറ്റുന്നത് മുസ്ലിങ്ങൾ സൂക്ഷിക്കണമെന്ന് താക്കീത് ചെയ്യുന്നു. ഒരു പരിഷ്കരണ സംഘമെന്ന നിലയ്ക്ക് അവർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അവരോട് പറയുകയും ചെയ്യുന്നു. ഇவ்விധം ഈ സൂറയ്ക്ക് സൂറത്തുൽ ബഖറയുമായി അടുത്ത ബന്ധമുള്ളതായി കാണാവുന്നതാണ്. അൽ ബഖറയുടെ സമാപനമെന്നു തന്നെ പറയാവുന്ന ഈ സൂറയുടെ സ്വാഭാവികമായ സ്ഥാനം സൂറത്തുൽ ബഖറയോട് തൊട്ടടുത്തു തന്നെയാണ്. അവതരണ പശ്ചാത്തലം. ഈ സൂറയുടെ ചരിത്രപരമായ പശ്ചാത്തലത്തിന് 4 സവിശേഷതകളുണ്ട്. 1. സത്യദീനിൽ വിശ്വസിക്കുന്നവർക്ക് നേരിടാനിരിക്കുന്ന കഷ്ടനഷ്ടങ്ങളെയും പരീക്ഷണ ഘട്ടങ്ങളെയും കുറിച്ച് സൂറത്തുൽ ബഖറയിൽ നൽകിയ മുന്നറിയിപ്പുകളെല്ലാം പൂർണ്ണ രൂപത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബദർ യുദ്ധത്തിൽ സത്യവിശ്വാസികൾ വിജയം വരിച്ചെങ്കിലും ആ യുദ്ധം വാസ്തവത്തിൽ കടന്നൽ കൂട്ടിലേക്ക് കല്ലെറിഞ്ഞതിന് തുല്യമായിരുന്നു. വളർന്നുവരുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തോട് ശത്രുത പുലർത്തിക്കൊണ്ടിരുന്ന അറേബ്യയിലെ മുഴുവൻ ശക്തികളെയും അത് തട്ടിയുണർത്തി. നിരന്തര ഭയത്തിന്റെയും അസ്വാസ്ഥ്യത്തിന്റെയും ചുറ്റുപാടിലാണ് മുസ്ലിങ്ങൾ കഴിഞ്ഞുകൂടിയിരുന്നത്. ചുറ്റുപാടുമുള്ള ലോകത്തിന്റെ മുഴുവൻ ശത്രുതയും അക്രമാസക്തിയും വിലയ്ക്ക് വാങ്ങിയ മദീനയാകുന്ന ചെറുരാജ്യം ഭൂമുഖത്തുനിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കപ്പെട്ടേക്കാമെന്ന് തോന്നി. 2. ഹിജ്റയ്ക്ക് ശേഷം മദീനയുടെ പരിസര പ്രദേശങ്ങളിലെ ജൂത ഗോത്രങ്ങളുമായി നബി തിരുമേനി ചെയ്ത ഉടമ്പടികൾ അവരൊട്ടും പാലിച്ചില്ല. ബദർ യുദ്ധത്തിൽ അക്കൂട്ടരുടെ അനുഭാവം മുസ്ലിങ്ങളോടായിരുന്നില്ല, വിഗ്രഹപൂജകരായ മുശ്രിക്കുകളോടായിരുന്നു. ബദർ യുദ്ധത്തിന് ശേഷമാകട്ടെ അവർ പരസ്യമായി തന്നെ ഖുറൈശികളെയും മറ്റു അറേബ്യൻ ഗോത്രങ്ങളെയും മുസ്ലിങ്ങൾക്കു നേരെ ഇളക്കിവിട്ടു. അവരുടെ ദുഷ്ടകൃത്യങ്ങളും ഉടമ്പടി ലംഘനങ്ങളും അസഹ്യമായപ്പോൾ ജൂതഗോത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ദ്രോഹികളായി വർത്തിച്ച ബനു ഖൈനുഖായിനെ നബി തിരുമേനി മദീനയുടെ പരിസരത്തു നിന്ന് പുറത്താക്കി. ഇതോടെ ഇതര ജൂതഗോത്രങ്ങളുടെ വിദ്വേഷാഗ്നി ആളിക്കത്തുകയാണുണ്ടായത്. അവർ മദീനയിലെ മുനാഫിക്കുകളുമായും ഹിജാസിലെ മുശ്രിക്ക് ഗോത്രങ്ങളുമായും ഗൂഢാലോചനകൾ നടത്തി ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സർവത്ര ആപത്തുകൾ സൃഷ്ടിച്ചു. 3. ബദറിലെ പരാജയത്തിനു ശേഷം ഖുറൈശികളുടെ ഹൃദയത്തിൽ കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന പ്രതികാരാഗ്നിയിൽ ജൂതന്മാർ എണ്ണയൊഴിച്ചു. 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും മക്കയിൽ നിന്ന് 3000 പേരടങ്ങിയ ഒരു പ്രബല സൈന്യം മദീനയെ ആക്രമിച്ചു. ഉഹുദ് താഴ്വരയിൽ വെച്ച് ഭയങ്കര പോരാട്ടം നടന്നു. ഇതാണ് പ്രസിദ്ധമായ ഉഹുദ് യുദ്ധം. ഈ യുദ്ധത്തിന് നബിയോടൊന്നിച്ച് മദീനയിൽ നിന്ന് 1000 പേർ പുറപ്പെട്ടുവെങ്കിലും വഴിമധ്യേ 300 മുനാഫിക്കുകൾ മദീനയിലേക്ക് തിരിച്ചുപോയി. അവശേഷിച്ച 700 പേരിൽ പോലും മുനാഫിക്കുകളുടെ ഒരു ചെറുഭാഗമുണ്ടായിരുന്നു. യുദ്ധവേളയിൽ മുസ്ലിങ്ങൾക്കിടയിൽ കുഴപ്പം സൃഷ്ടിക്കാൻ സാധ്യമാകുന്നതെല്ലാം അവർ ചെയ്തു. 4.
ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് നേരിട്ട പരാജയത്തിൽ മുനാഫിക്കുകളുടെ കുതന്ത്രങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. എന്നാൽ മുസ്ലിങ്ങളുടെ തന്നെ ബലഹീനതകളുടെ പങ്കും ഒട്ടും കുറവായിരുന്നില്ല. അതിനാൽ നടന്ന മുഴുവൻ സംഭവങ്ങളെക്കുറിച്ചും വിശദമായി നിരൂപണം നടത്തിയിരിക്കുന്നു. മുസ്ലിങ്ങളിൽ കാണപ്പെട്ട ബലഹീനതകൾ ഓരോന്നായി ചൂണ്ടിക്കാണിച്ച് അവയ്ക്ക് പരിഹാര നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നു. യുദ്ധത്തെക്കുറിച്ചുള്ള ഖുർആന്റെ നിരൂപണം ഭൗതികന്മാരായ സൈനിക നേതാക്കൾ യുദ്ധത്തിന് ശേഷം നടത്താറുള്ള നിരൂപണങ്ങളിൽ നിന്ന് എന്തുമാത്രം വ്യത്യസ്തമാണെന്ന് ഈ സൂറയിൽ തെളിഞ്ഞു കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം മീം. അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു, അവനല്ലാതെ ദൈവമില്ല തന്നെ. അഖില പ്രപഞ്ചത്തെയും അടക്കി ഭരിക്കുന്നവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനുമാകുന്നു അവൻ. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل. പ്രവാചക, അവനാകുന്നു സത്യം ഉൾക്കൊണ്ടതും മുൻവേദങ്ങളെ സത്യപ്പെടുത്തുന്നതുമായ ഈ വേദം നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് മനുഷ്യർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി തൗറാത്തും ഇഞ്ചീലും അവതരിപ്പിച്ചിട്ടുണ്ട്. തൗറാത്ത് കൊണ്ടുദ്ദേശിക്കുന്നത് ബൈബിൾ പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളും ഇഞ്ചീൽ കൊണ്ടുള്ള വിവക്ഷ പുതിയ നിയമത്തിലെ 4 പുസ്തകങ്ങളുമാണെന്നാണ് പൊതുവെയുള്ള ധാരണ. ആ പുസ്തകങ്ങൾ വാസ്തവത്തിൽ ദൈവവാക്യങ്ങളാണോ, അവയിൽ രേഖപ്പെട്ട എല്ലാ സംഗതികളും ഖുർആൻ സ്ഥിരീകരിക്കുന്നുണ്ടോ എന്ന സംശയം ഇവിടെ ഉടലെടുക്കുന്നു. യഥാർത്ഥത്തിൽ തൗറാത്ത് ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളുടെ പേരല്ല. തൗറാത്ത് അവയ്ക്കുള്ളിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഇഞ്ചീൽ പുതിയ നിയമത്തിലെ 4 പുസ്തകങ്ങളുടെ പേരല്ല. അവയ്ക്കുള്ളിൽ അതും അടങ്ങിയിരിക്കുന്നുവെന്നതാണ് ശരി. യഥാർത്ഥത്തിൽ തൗറാത്ത് കൊണ്ടുള്ള വിവക്ഷ മൂസാ നബിക്ക് അദ്ദേഹത്തിന്റെ നിയോഗം മുതൽ നിര്യാണം വരെയുള്ള ഏകദേശം 40 കൊല്ലത്തിനിടയിൽ അവതരിച്ചു കിട്ടിയ ദൈവിക കൽപ്പനകളാണ്. അവയിൽ 10 കൽപ്പനകൾ കൽപ്പലകകളിൽ രേഖപ്പെടുത്തി അള്ളാഹു അദ്ദേഹത്തിന് നൽകിയതായിരുന്നു. ബാക്കി വിധികൾ മൂസാ നബി അലൈഹിസ്സലാം എഴുതിച്ചു 12 കോപ്പികൾ ഇസ്രായേല്യരുടെ 12 ഗോത്രക്കാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു കോപ്പി സൂക്ഷിക്കാനായി ലേവ്യരെയും ഏൽപ്പിച്ചിരുന്നു. ഈ ഗ്രന്ഥത്തിന്റെ പേരായിരുന്നു തൗറാത്ത്. ബൈത്തുൽ മഖ്ദിസിന്റെ 1-ാം പതനഘട്ടം വരെ ഒരു പ്രത്യേക ഗ്രന്ഥമെന്ന നിലയ്ക്ക് അത് സുരക്ഷിതമായി നിലനിന്നു. ലേവ്യരെ ഏൽപ്പിച്ചിരുന്ന കോപ്പി കൽഫലകങ്ങളോടൊപ്പം വിശുദ്ധ പെട്ടകത്തിൽ സൂക്ഷിപ്പുണ്ടായിരുന്നു. തൗറാത്ത് എന്ന പേരിൽ തന്നെയാണ് ഇസ്രായേലർ ഇതിനെ അറിഞ്ഞിരുന്നത്. എന്നാൽ അതിനോട് അവർ അങ്ങേയറ്റം അശ്രദ്ധയും അവഗണനയും കാണിച്ചു. യഹൂദിയയിലെ രാജാവായ യോശിയോവിന്റെ കാലത്ത് ഹൈക്കൽ സുലൈമാനി കേടുപാട് തീർത്ത് പുതുക്കി പണിതപ്പോൾ അവിടുത്തെ മഹാപുരോഹിതനും മതനേതാവുമായ ഹിൽക്കിയാവിന് യാദൃശ്ചികമായി തൗറാത്ത് ഒരിടത്തുനിന്ന് കണ്ടുകിട്ടി. ഒരത്ഭുത വസ്തുവെന്ന പോലെ അയാൾ അത് രാജാവിന്റെ എഴുത്തുകാരനെ ഏൽപ്പിച്ചു. എഴുത്തുകാരനാകട്ടെ ആശ്ചര്യകരമായ ഒരു കണ്ടുപിടുത്തമെന്നോണം അത് രാജാവിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു. ബുഖ്ത് നസർ ജെറുസലം ജയിച്ചടക്കുകയും ഹൈക്കൽ സുലൈമാനി അടക്കം പട്ടണം നിശേഷം തകർത്തു കളയുകയും ചെയ്തപ്പോൾ ഇസ്രായേല്യർക്ക് തൗറാത്തിന്റെ അസൽ കോപ്പികൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടുപോയി. പിന്നീട് എസ്ര എന്ന് വിളിക്കുന്ന ഉസൈർ പുരോഹിതന്റെ കാലത്ത് ഇസ്രായേല്യരിൽ അവശേഷിച്ച ആളുകൾ ബാബിലോണിയയിലെ ബന്ധനത്തിൽ നിന്ന് മുക്തരായി. ജെറൂസലത്ത് വന്ന് ബൈത്തുൽ മഖ്ദിസ് അവർ വീണ്ടും നിർമ്മിച്ചു. അക്കാലത്ത് സമുദായത്തിലെ മറ്റു ചില മഹാത്മാക്കളുടെ സഹായത്തോടുകൂടി ഉസൈർ ഇസ്രായേല്യരുടെ സമ്പൂർണ്ണ ചരിത്രം ക്രോഡീകരിച്ചു. ഇപ്പോഴത്തെ ബൈബിളിലെ ആദ്യത്തെ 17 പുസ്തകങ്ങൾ, അതിലെ പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ 4 പുസ്തകങ്ങൾ മൂസാ നബിയുടെ ജീവചരിത്രം ഉൾക്കൊള്ളുന്നതാണ്. ഉസൈറിനും അദ്ദേഹത്തിന്റെ സഹായികൾക്കും കണ്ടുകിട്ടിയ തൗറാത്ത് വാക്യങ്ങൾ അവതരണത്തിന്റെ തീയതി ക്രമമനുസരിച്ച് സന്ദർഭോചിതം അവയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ തൗറാത്ത് എന്നാൽ മൂസാ നബിയുടെ ജീവചരിത്രത്തിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന ശകലങ്ങളുടെ പേരാണ്.
ചരിത്ര വിവരണങ്ങൾക്കിടയിൽ ദൈവം മൂസായോട് പറഞ്ഞുവെന്നോ നിങ്ങളുടെ ദൈവം ഇങ്ങനെ പറഞ്ഞുവെന്ന് മൂസ പറഞ്ഞുവെന്നോ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പോൾ തുടർന്ന് പറയുന്നത് തൗറാത്തിന്റെ ഭാഗമാണെന്നും വീണ്ടും ചരിത്രവിവരണം തുടങ്ങുന്നിടത്ത് അത് അവസാനിച്ചുവെന്നും മനസ്സിലാക്കാം. ബൈബിൾ ഗ്രന്ഥകാരൻ വ്യാഖ്യാനമോ വിശദീകരണമോ ആയി ഇടയ്ക്ക് പലതും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അവയെല്ലാം സാക്ഷാൽ തൗറാത്തിന്റെ ഭാഗമാണോ വ്യാഖ്യാനവും വിശദീകരണവുമാണോ എന്ന് വേർതിരിച്ചു മനസ്സിലാക്കുക സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമാണ്. എന്നിരുന്നാലും ദിവ്യഗ്രന്ഥങ്ങളിൽ അഗാധജ്ഞാനമുള്ളവർക്ക് എവിടെയെല്ലാമാണ് വ്യാഖ്യാനവും വിശദീകരണവുമായി കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുള്ളതെന്ന് ഒരതിരുവരെ ശരിയായി തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഈ ചിതറിക്കിടക്കുന്ന ഭാഗങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ തൗറാത്ത് എന്ന് പറയുന്നത്. അവയെ മാത്രമേ അത് ശരിവെക്കുന്നുള്ളൂ. ആ ഭാഗങ്ങൾ സമാഹരിച്ച് ഖുർആനുമായി താരതമ്യപ്പെടുത്തി നോക്കുന്ന പക്ഷം ചുരുക്കം ചില സ്ഥലങ്ങളിൽ ശാഖാപരമായ വിധികളിൽ ചില്ലറ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. എന്നാൽ അടിസ്ഥാന ശിക്ഷണങ്ങളിൽ അളവും വ്യത്യാസം കാണുകയില്ല. ആ രണ്ട് നദികളും ഒരേ ഉറവിടത്തിൽ നിന്ന് ഒഴുകുന്നതാണെന്ന് ഒരു നിഷ്പക്ഷ നിരീക്ഷകന് ഇന്നും വ്യക്തമായി മനസ്സിലാക്കാം. ഇഞ്ചീൽ എന്നാൽ ഈസ തന്റെ ജീവിതത്തിലെ അവസാനത്തെ 2-3 വർഷങ്ങളിൽ പ്രവാചകൻ എന്ന നിലയ്ക്ക് അരുൾ ചെയ്ത ദിവ്യപ്രഭാഷണങ്ങളും വചനങ്ങളുമാണ്. ആ വിശുദ്ധവാക്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തു തന്നെ എഴുതി ക്രോഡീകരിച്ചിരുന്നോ എന്നതിനെക്കുറിച്ച് ഇന്ന് നമ്മുടെ പക്കൽ ഒരറിവുമില്ല. ഒരുപക്ഷെ അന്നു തന്നെ ചിലർ അവ കുറിച്ചെടുത്തിട്ടുണ്ടായിരിക്കാം. ശ്രോതാക്കളായ ഭക്തന്മാർ മനഃപാഠമാക്കിയിരുന്നുവെന്നും വരാം. നീണ്ട കാലത്തിനു ശേഷം ഈസായുടെ ചര്യയെ സംബന്ധിച്ച് വിവിധ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു. അപ്പോൾ അവയുടെ കർത്താക്കൾക്ക് വാമൊഴിയായോ ഓർമ്മക്കുറിപ്പുകൾ വഴിക്കോ അവർക്ക് ലഭിച്ച അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും നിർദ്ദേശങ്ങളും ചരിത്ര വിവരണങ്ങളോടൊപ്പം സന്ദർഭോചിതം രേഖപ്പെടുത്തി. ഇന്ന് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവരുടെ പുസ്തകങ്ങൾക്ക് ഇഞ്ചീൽ എന്ന് പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇഞ്ചീൽ അവയൊന്നുമല്ല. അവയിൽ രേഖപ്പെട്ടു കിടക്കുന്ന യേശുവിന്റെ ഉപദേശ നിർദ്ദേശങ്ങളാണ് ഇഞ്ചീൽ. യേശു ഇങ്ങനെ പറഞ്ഞുവെന്നോ ഇപ്രകാരം പഠിപ്പിച്ചുവെന്നോ പറയുന്ന ഭാഗങ്ങൾ മാത്രമേ സാക്ഷാൽ ഇഞ്ചീലായി കണക്കാക്കാൻ കഴിയൂ. ചരിത്രകാരന്മാരുടെ സ്വന്തം വാക്കുകളിൽ നിന്ന് അവയെ വേർതിരിച്ച് മനസ്സിലാക്കാൻ മറ്റൊരു ഉപാധിയും നമ്മുടെ പക്കലില്ല. ഈസാ നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത സന്ദേശങ്ങളുടെ സമാഹാരത്തിനാണ് വിശുദ്ധ ഖുർആൻ ഇഞ്ചീൽ എന്ന് പറയുന്നത്. അവയെ മാത്രമേ ഖുർആൻ സ്ഥിരീകരിക്കുന്നുള്ളൂ. ആ ചിതറിക്കിടക്കുന്ന സന്ദേശങ്ങൾ ഇന്നാരെങ്കിലും ക്രോഡീകരിച്ചെടുത്ത് ഖുർആനുമായി താരതമ്യപ്പെടുത്തി നോക്കുന്ന പക്ഷം വളരെ കുറച്ച് വ്യത്യാസങ്ങളെ അവ തമ്മിൽ കാണുകയുള്ളൂ. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന പക്ഷം ആ കുറഞ്ഞ വ്യത്യാസവും നിഷ്പ്രയാസം പരിഹരിക്കാവുന്നതാണ്. من قبل هدى للناس وأنزل الفرقان إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام. സത്യാസത്യങ്ങളെ മാറ്റുരച്ചു വേർതിരിക്കുന്ന ഫുർഖാനും അവതരിപ്പിച്ചു. ഇനി ആരെങ്കിലും ദൈവിക സൂക്തങ്ങളെ തള്ളിക്കളയുന്നുവെങ്കിൽ അവർക്ക് കൊടിയ ശിക്ഷ ഉറപ്പാകുന്നു. അല്ലാഹു അപാരമായ ശക്തിയുടയവനും ദുഷ്ടരോട് പ്രതികാരം ചെയ്യുന്നവനുമത്രേ.